ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് വാസ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ ഹെഡായിട്ടുള്ള ശ്രീ സൂരജ് നായർ സാറാണ്. സർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് അല്ല. യെസ്, ഏതായാലും ഇന്ന് മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിലേക്കാണ് കടന്നിരിക്കുന്നത്. 25,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആ ഒരു മുന്നേറ്റത്തിന് കാരണമായിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ സൂചികയിലുണ്ടായൊരു മുന്നേറ്റം തന്നെയാണ്. ഇന്നത്തെ ആദ്യത്തെ ഒരു 15 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും ഒരു മികച്ച മുന്നേറ്റമാണ് നിഫ്റ്റിയുടെ ഓട്ടോ സൂചികയിൽ ഉണ്ടായിരിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ഒരു ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐഷർ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോർപ്പ്, മാരുതി തുടങ്ങിയ ഓഹരികളാണ് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഹരികളെന്ന് പറയുന്നു. ഒപ്പം തന്നെ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങളുമായി എത്തിയ ഇൻഫോസിസിൻ്റെ ഓഹരികളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇന്നിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഏകദേശം 18ഓളം ഓഹരികളാണ് നിലവിലൊരു നെഗറ്റീവ് ടോണിൽ തുടരുന്നത്. മറ്റുള്ള ഓഹരികളിലെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ ഓഹരികൾ 1.5% മുകളിൽ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ടാണ് നിഫ്റ്റിയിൽ മാറിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി നിലവിൽ ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടറായിട്ടാണ് നിഫ്റ്റി ബാങ്ക് സൂചിക മാറിയിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു ലോ ടോൺ 54,603 എന്നൊരു നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ബ്രോഡർ മാർക്കറ്റിൽ ഇന്നിപ്പോൾ ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 0.25% ഒരു മുന്നേറ്റം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ് സൂചികയിലും നമുക്കിപ്പോൾ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് FMCG സൂചികയാണ്. 0.5% ഒരു നഷ്ടത്തിലേക്കാണ് FMCG സൂചിക നീങ്ങിയിരിക്കുന്നത്. ഇനി ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പൊതുവെ പരിശോധിക്കുമ്പോൾ ബുൾസിന് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലോബൽ ഇക്കോണമീസിനും ഗ്ലോബൽ മാർക്കറ്റ്സിനെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. US മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇന്നലെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈയിലേക്കായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചികയിലടക്കം കൃത്യമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഇന്നലെയും US സൂചികൾ ഒരു ഓൾ ടൈം ഹൈയിലേക്കാണ് മുന്നേറിയിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റം അമേരിക്കയെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു കുതിപ്പ് നിൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യം തന്നെ ഒരു കണ്ടോളൻസസ്, അതായത് നമ്മുടെ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ CFO വിമൽ ജെയിൻ 45 വയസ്സായിട്ടുള്ളൂ. സാധാരണ TV-യിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും വെബ്സൈറ്റ്സിൽ വരുന്നതും അതുമാത്രമല്ല TV ചാനലുകളിലൊക്കെ വരുന്ന ഒരു ഫെമിലിയർ ഫേസ് ആയിരുന്നു വിമൽ ജെയിൻ. 45 വയസ്സേ ആയുള്ളൂ. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു, മരിച്ചുപോയി എന്നുള്ളത്. അപ്പോൾ മേ ഹി സോൾ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്, നമ്മളോടും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെൽത്തിനൊപ്പം തന്നെ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. ഒരു പരിധിവരെ എന്താ പറയുക, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പൈസ മാർക്കറ്റിൽ ഉണ്ടാക്കിയാലും അത് അനുഭവിക്കാനായിട്ടുള്ള ഒരു ഹെൽത്തും കൂടെ നമുക്ക് ഉണ്ടാവണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് തന്നെ നമ്മൾ ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ വരികയാണെങ്കിൽ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ അഗെയിൻ. നാളെ ഹോളിഡേ ആണ്. മറ്റൊന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഏഷ്യ കപ്പിൽ നടക്കുകയാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദുബായിൽ ആ പ്രീമിയം ടിക്കറ്റ് 4 ലക്ഷം രൂപ വരെയാണ് എന്നാണ് പറയുന്നത്, അതിൻ്റെ പ്രീമിയം ടിക്കറ്റ്. എന്നാൽ ടിക്കറ്റ് അധികം സെല്ല് ചെയ്ത് പോയിട്ടുമില്ല എന്നുള്ള, ബട്ട് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂസ് ഭയങ്കരമായിട്ട് സോണിക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ന്യൂസ് കൂടെ കേൾക്കുന്നു എന്നുള്ളത് ഒരു വശത്ത്. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ഹാപ്പി സൺഡേ ആശംസ അറിയിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് 2020 മാച്ച് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതും എന്നിട്ട് കം ബാക്ക് ഫ്രഷ് ഓൺ മൺഡേ കൂടി നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് വിഷ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. അനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ റിമാർക്കബിൾ ടേൺ ഓഫ് അഫയേഴ്സ് ആണ് ഗ്ലോബൽ സിനാരിയോയിൽ നടക്കുന്നത്. അതായത് 2-3 ദിവസം മുമ്പേ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് അമേരിക്ക പറയുകയും പല സ്ഥലത്ത് കോട്ട് ചെയ്യുന്നിടത്തടുത്ത് നിന്നും പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ടോപ്പ് സീറ്റർ വ്യൂ, ഒരു ടേൺ അറൗണ്ട് വന്നിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് വെരി ഫാസ്റ്റ് ആൻഡ് വെരി സൂൺ എന്നുള്ള രീതിയിലാണ് നടന്നു വരുന്നത് എന്നുള്ളത്. ആ ഒരു ഓപ്റ്റിമിസം വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ പറഞ്ഞു ഒരു പുതിയ US അംബാസിഡർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആ പുതിയ US അംബാസിഡർ ഡെസിഗ്നേറ്റ് ആണ്, അതായത് ഇനി വരാൻ പോകുന്ന US അംബാസിഡർ. അതിനെ സെർജിയോ ഗോറിനെയാണ് തിരഞ്ഞെടുത്തേക്കണമെന്നുള്ള. ഈ സെർജിയോ ഗോറിൻ്റെ 2-3 കമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ഓപ്റ്റിമിസം തന്നിരിക്കുന്നത് എന്നുള്ള. അതായത് US അംബാസിഡർ ടു ഇന്ത്യ ഡെസിഗ്നേറ്റ് ഇനി അടുത്ത വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡെസിഗ്നേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പോസിറ്റീവ് കാര്യം ഇപ്പം നമ്മുടെ അവിടെ ട്രേഡ് സെക്രട്ടറി പറഞ്ഞാലും കോമേഴ്സ് സെക്രട്ടറി പറഞ്ഞാലും അങ്ങനെ പലരും US കമൻറ്റ് പറയുമ്പോഴും അത് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് അമേരിക്കക്കകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. അമേരിക്കൻ പോപ്പുലേഷനെയും അമേരിക്കൻ സിറ്റിസൺഷിപ്പിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവിടെയുള്ളവരുടെ സംസാരം. ബട്ട് ഒരു US അംബാസിഡർ ടു ഇന്ത്യ ഡെസിഗ്നേറ്റ് ആയിട്ടുള്ള ഒരാൾ
ഒരു വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ വി നീഡ് ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. കാര്യത്തിൽ അദ്ദേഹം ഇനി ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ പോകുന്ന ആളാണ് ആ സമയമാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ട്രേഡ് സെക്രട്ടറിയോ അല്ലെങ്കിൽ നമ്മൾ ലുട്നിക്കോ പീറ്റർ നവാറോയോ അല്ലെങ്കിൽ സ്കോട്ട് ബെസൻറ്റോ JD വാൻസോ ഒക്കെ പറയുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്മുടെ സെർജിയോ ഗോർ പറയുന്ന വാക്കുകൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ 2-3 സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ഭയങ്കര ഒരു ഓപ്റ്റിമിസം തരുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയൂഷ് ഗോയലിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ജെമീസൺ ഗ്രീർ ആയിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് US ഒരു എന്താ പറയുക ഒരു ഹാൻഡ് ഷേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഇന്ത്യയായിട്ട് എന്നുള്ളതാണ്. അദ്ദേഹം 2-3 കാര്യങ്ങൾ ചേർത്ത് പറയുന്നുണ്ട്. അതിലൊരു കാര്യം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഐ ഡു തിങ്ക് ഇറ്റ് വിൽ ഗെറ്റ് റിസോൾവ് ഓർ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. അതായത് നെക്സ്റ്റ് ഫ്യൂ വീക്സ് കൊണ്ട് നമ്മളും ഇന്ത്യയും തമ്മിലുള്ള ആ ട്രേഡിനുള്ള അൺസർട്ടനിറ്റി എല്ലാം മാറിക്കിട്ടും എന്ന് തന്നെ പറയുന്നത്. ഈ ഗോർ എന്ന് പറയുന്നത് 38 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ്. അതായത് യംഗസ്റ്റ് ഇന്ത്യൻ അംബാസഡർ ടു ഇന്ത്യ. ഇയാൾ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആവാൻ പോകുന്നത് ഏറ്റവും യംഗസ്റ്റ് ആണ് എന്നുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് ഞാൻ കണ്ടൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഗോർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ഷുഡ് ഓപ്പൺ അപ്പ് ഇറ്റ്സ് മാർക്കറ്റ് ടു അവർ ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രോഡക്ട്സ് ആൻഡ് LNG. അതായത് ഈ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഈ നെഗോസിയേഷൻ്റെ ഒരു ഹാൻഡിൽ. അതായത് ഇന്ത്യ കൂടുതൽ പെട്രോളിയം ആൻഡ് എനർജി പ്രോഡക്ട്സ് അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഗ്യാപ്പ് കുറയുക. അമേരിക്കയ്ക്ക് ഫേസ് സേവിംഗ് ആയിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കുറയ്ക്കുമല്ലോ. അതായത് റഷ്യയിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കുമല്ലോ നമ്മൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ മേടിക്കുന്നത്. നമ്മൾ ഈ ഓപ്പണിംഗ് അവേഴ്സിൽ തന്നെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ടോക്ക് നമ്മൾക്ക് ഒരു രീതിയിലും മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഇന്ത്യ എടുക്കാൻ പറ്റില്ല. കാര്യം ഇന്ത്യ ഒരു ഫോർമിഡബിൾ ഫോഴ്സുമാണ്. എന്താ ഇന്ത്യക്ക് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യുവൻസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ, ഫാമേഴ്സിനെ, ഡയറി ഫാമേഴ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് റിലാക്സേഷൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇന്ത്യക്ക് നമ്മളും അവരും തമ്മിലുള്ള ഗ്യാപ്പിൽ നമുക്കാണ് ട്രേഡ് സർപ്ലസ് എന്നാണല്ലോ അമേരിക്ക പറയുന്നത്. അതായത് ഗുഡ്സ്, മെർക്കൻഡൈസ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ, സർവീസസിൻ്റെ കാര്യം നമ്മളിവിടെ സംസാരിക്കുന്നില്ല. മെർക്കൻഡൈസ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ, നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. അത് കാരണം അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റും നമുക്ക് ട്രേഡ് സർപ്ലസുമാണ്. ഏതാണ്ട് $45 to $50 ബില്യൺ കണക്കാണ് അമേരിക്ക പറയുന്നത്. അത് നികത്തണമെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം അമേരിക്കയിൽ നിന്ന്. അങ്ങനെയാണ് ആ ഫിഗർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നെഗേറ്റ് ചെയ്യാന്നുള്ളത്. അതിന് ഇനിയിപ്പോൾ ഈ ഇന്ത്യ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എനർജി പർച്ചേസ് കുറച്ച് അമേരിക്കയിൽ നിന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രേഡ് ഡെഫിസിറ്റിനെ നാരോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസിനെ നാരോ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ 3, 4, 5 മാസം മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതാണ്ട് സംസാരം അവിടെ തന്നെ നേരെ കോർണർ ചെയ്ത് വരികയാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ഫേസ് സേവിംഗ് ആണ്. അത് അമേരിക്കയെ സംബന്ധിച്ച് ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് നല്ല ഗണ്യമായി കുറയ്ക്കുകയും വേണം. അമേരിക്കയായിട്ട് ഇൻക്രീസ് ചെയ്ത് ആ ട്രേഡ് ഡെഫിസിറ്റ് ഒന്ന് ബാലൻസും ചെയ്യണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും, അതായത് there are no losers in the game. It is a win-win situation for everyone. അമേരിക്കയ്ക്ക് അഭിമാനം, അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കില്ല എന്നുള്ളതും ആയി. നമുക്ക് ഓയിൽ റിക്വയർമെൻറ്റ് വേറൊരു രാജ്യത്തു നിന്നും കിട്ടി. കാര്യം ഇപ്പോൾ റഷ്യൻ ക്രൂഡിന് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് ഒന്നുമില്ല. എന്നാൽ പുതിയതായിട്ട് റഷ്യ $5 per barrel ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെന്നാൽ. എന്നാൽ ഞാൻ പറയുന്നില്ലേ, ഈ അമേരിക്ക കൊണ്ട് മേടിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലിന് വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. അതായത് ഏതാണ് റെഫറൻസ്, അതായത് ആ നെഗോസിയേഷൻ്റെ റെഫറൻസ് പോയിന്റ് എന്താണ് എന്നുള്ളത് നിശ്ചയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊരു റെസൊല്യൂഷൻ ബൈ മിഡിൽ ഓഫ് നവംബർ വരാനുള്ള ചാൻസ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഈ ഗോറിൻ്റെ വാക്കുകളിൽ വേറൊരു കാര്യം കൂടിയാണ്. അതായത് ക്വാഡിൻ്റെ മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യണത്. ആ ക്വാഡ് മീറ്റിംഗിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് എന്ന് പറയുന്നു. അതായത് കുറച്ചുകൂടെ കാര്യങ്ങൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള. ഇപ്പോൾ ഈ ക്വാഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫോറമാണ്. ഈ ഇന്റർനാഷണൽ ഫോറം എന്ന് പറഞ്ഞാൽ 4 ഡെമോക്രാറ്റിക് നേഷൻസ് വരുന്നതാണ് ഈ ക്വാഡ് എന്ന് പറയുന്ന ഫോം. ഒരു എന്താ പറയുക, ഒരു ഫോറം എന്ന് പറയുന്നത്, ഒരു അസോസിയേഷൻ. അതായത് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഫോറം, അതിനെയാണ് നമ്മൾ ഈ ക്വാഡ് എന്ന് പറയുന്നത്. ഈ ക്വാഡിൽ 4 ഡെമോക്രാറ്റിക് നേഷൻസ് ഉണ്ട്. 1 പറയുന്നത് ഇന്ത്യ, 2 പറയുന്നത് ജപ്പാൻ, 3
എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, 4ാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ 4 പേരും കൂടെ ചേർന്നാണ് ഈ ക്വാഡ് ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൊളാബറേറ്റ് ഓൺ എന്താ പറയുക എക്കണോമിക് കോർപ്പറേഷൻ, മാരിടൈം സെക്യൂരിറ്റി, പിന്നെ റീജിയണൽ ചലഞ്ചസ് കൗണ്ടർ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 4 ഡെമോക്രാറ്റിക് രാജ്യങ്ങളും കൂടെ ചേർന്ന് ഒരു ഫോറം ഉണ്ടായിരിക്കുന്നത്. ആ ഫോറത്തിൻ്റെ പേരാണ് ക്വാഡ് എന്നുള്ളത്. അതിലേക്ക് ട്രംപ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യയാണ് അത് ഹോസ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് ഇന്ത്യയിലാണ് അത് നടക്കണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനകത്തൊരു സബ് ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 ഡെമോക്രാറ്റിക് നേഷൻസിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ 3 രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ ടൈം ഹൈയും ഇന്ത്യ മാത്രമേ ഓൾ ടൈം ഹൈ അല്ലാത്തതോ ഉള്ളൂ എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഒരു ജിയോ പൊളിറ്റിക്സും ട്രേഡിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ US വാൾ സ്ട്രീറ്റിൻ്റെ നമ്മളൊരു ഹാൻഡ് ഓവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡൗ ജോൺസ് ഏതാണ്ട് 1.36% അപ്പായിരുന്നു. അതായത് കണ്ടിന്യൂസ് ടു സ്കെയിൽ ന്യൂ ഹൈ ആണെന്നാണ്. പുതിയ ഹൈ തേടിയാണ് US മാർക്കറ്റ് പോകുന്നതെന്നുള്ളതാണ്. നാസ്ഡാക്ക് 0.72% അപ്പായിരുന്നു. S&P 500 0.85% അപ്പായിരുന്നു. ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓപ്പണിംഗ് അവേഴ്സിൽ ഇല്ലായിരുന്നു. നല്ല രീതിയിലായിരുന്നു അനിലയും ജാസ്മിനും അത് അവതരിപ്പിച്ച് മുന്നോട്ട് പോയെന്നുള്ള. ബട്ട് ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോഴേ US മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിട്ടാണ് ഇന്നലെ US മാർക്കറ്റ് നന്നായിട്ട് പോയത്. ഒന്നാമെന്ന് വെച്ചാൽ ടെറിബിൾ ജോബ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും എൻകറേജിങ് അല്ലാത്ത ജോബ് ഡേറ്റയാണ് US നിന്ന് വരുന്നത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ഇൻഫ്ലേഷൻ ഫിഗേഴ്സും ഒട്ടും എൻകറേജിങ് അല്ല എന്നുള്ള. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ആണെന്നുള്ളതാണ്. അതായത് YOY നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2.9%, അതായത് കഴിഞ്ഞ മാസം 2.7% ആയിരുന്നത് ഈ മാസം ആയപ്പോഴത്തേക്കും ഇയർ ഓൺ ഇയർ ഗ്രോത്ത് 2.9%ലേക്ക് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ജാനുവരിക്ക് ശേഷം ഒരു ബിഗ്ഗസ്റ്റ് ഇൻക്രീസ് ആണ് അതിനകത്ത് വന്നേക്കണമെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഫെഡിൻ്റെ ടാർഗറ്റ് എത്രയാണില്ല 2% ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ടാർഗറ്റ് ഫെഡ് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ 2% നിർത്തുന്നതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ 2.9% നിയർലി 40-45% ഒരു ഇൻക്രീസ് ആണെന്നുള്ളത്. അപ്പോൾ ദിസ് പുട്സ് FOMC അല്ലെങ്കിൽ US ഫെഡറൽ റിസർവ് ഇൻ എ വെരി ടൈറ്റ് സ്പോട്ട്. കാര്യം വെച്ചാൽ US മാർക്കറ്റ് വിചാരിച്ചിരിക്കുന്നത് ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ട് വരും എന്നുള്ളതാണ്. അതായത് ഗ്രോത്ത് ഒന്ന് സ്പെർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് അതിനെ ഫേവർ ചെയ്യുന്നു ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ CPI ഓഗസ്റ്റ് ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അപ്പ് 0.4% മന്ത് ഓൺ മന്ത്. അതായത് നമ്മൾ ഇയർ ഓൺ ഇയർ 2.9% എന്ന് പറയുമ്പോൾ മന്ത് ഓൺ മന്ത് വന്നിരിക്കുന്നത് 0.4% അപ്പാണ്. എക്സ്പെക്റ്റേഷൻ 0.3% മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് US മാർക്കറ്റ് വീണ്ടും കയറി? അതായത് ടെറിബിൾ ജോബ് ഡേറ്റ, വളരെ മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ, എന്നിട്ടും US മാർക്കറ്റ് കയറാൻ കാര്യം വെച്ചാൽ ഈ ഡേറ്റ മോശമായത് തന്നെയാണ് കാരണം എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് നമുക്ക് ഉത്തരം പറയുന്നത്. അതായത് ഈ ഡേറ്റയൊക്കെ മോശമാണ്. ഇനി അമേരിക്കൻ എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ്സ് റേറ്റ് കട്ട് ചെയ്യണമെന്നും സെപ്റ്റംബർ 17 ഈ വരാൻ പോകുന്ന FOMC മീറ്റിൽ ഗ്രോത്തിനെ പ്രൊജക്ട് ചെയ്യാനായിട്ട്. അതായത് ഡേറ്റ ഇസ് ടു ബാഡ്. അതായത് ജോബിനൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇവിടെ ജോബ്ലെസ് ക്ലെയിംസ് വന്നിരിക്കുന്നത് എത്രയെന്നറിയോ? 2021 ശേഷം ഹയസ്റ്റ് ലെവലിലാണ് ജോബ്ലെസ് ക്ലെയിംസ് വന്നേക്കുന്നത്. അതായത് ഇൻക്രീസ്ഡ് ബൈ 27,000 എന്ന് പറഞ്ഞാൽ 2,63,000 ആയി. എക്സ്പെക്റ്റേഷൻ 2,35,000 ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഇൻഫ്ലേഷൻ ഫിഗേഴ്സും ജോബ്ലെസ് ക്ലെയിംസും ജോബ് ഡേറ്റയും ഏത് രീതിയിൽ നോക്കിയാലും എൻകറേജിങ് അല്ല. പക്ഷെ അതിന് കാരണം ഗ്രോത്ത് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറായിട്ട് ഒരു റേറ്റ് കട്ട് കൊണ്ടുവരണം എന്നുള്ളതും കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഡിസ്കൗണ്ട് കാര്യം. സാധാരണ ഈ ഡേറ്റാസ് വന്നു കഴിഞ്ഞാൽ US സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പോസിറ്റീവ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതൊന്ന് ടേൺ അറൗണ്ട് ചെയ്യണം എന്നെങ്കിൽ റേറ്റ് കട്ട് മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് മാർക്കറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നുള്ള. അത് മാത്രമല്ല, നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് കമൻറ്റ് IMFൻ്റെ ജൂലി കൊസാക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ സ്പോക്സ് വുമൺ ആണ് IMFൻ്റെ, അവരുടെ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ പറയണത് വെച്ചാൽ ഫെഡ് ഹാസ് എ സ്കോപ്പ് ടു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ടു ഇൻക്രീസ് ദ ഗ്രോത്ത് ഇൻ US എന്നൂടെ അവർ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇതിൽ ലോകത്തിലുള്ള എല്ലാ IMF എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെയൊക്കെ ഒരു എക്കണോമിക് ഡിവിഷൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണെന്ന് അറിയാലോ. അതായത് അവിടുത്തെ അവർ പറയുന്ന അവരുടെ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ജോബ് ഡേറ്റ വളരെ സോഫ്റ്റാണ്,
ഇൻഫ്ലേഷൻ വേണ്ട രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ഡൊമസ്റ്റിക് ഡിമാൻഡും സ്ലോയിങ് ഡൗൺ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു എസിൽ ഫെഡ് റേറ്റ് കട്ട് വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആ ഫെഡ് റേറ്റ് കട്ട് എന്തായാലും 25 ബേസിസ് പോയിന്റ്സ് സെപ്റ്റംബർ 17 കട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അവിടെ എന്തെങ്കിലും ഇനി ആൻറ്റി ക്ലൈമാക്സ് വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല എന്നുള്ളതാണ്. ബാക്കി ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 0.09% അപ്പായിരുന്നു, 97.64 ആയി എന്നുള്ളതാണ്. ബോണ്ട് ഈൽഡ്, അതായത് റേറ്റ് കട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു, ബോണ്ട് ഈൽഡിന് ഒരു ചെറിയൊരു സോഫ്റ്റനിങ് വന്നിട്ടുണ്ട്. അതായത് 10-year US ട്രഷറി ഈൽഡ് 4% ആയിട്ട് കുറഞ്ഞു. നമ്മൾ 2-3 ആഴ്ച മുമ്പേ 4.3%, 30 ബേസിസ് പോയിന്റ്സ് ഒക്കെ താഴെ പോകുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എന്നുള്ളത്. 4%ലേക്ക് താന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഓയിൽ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇറ്റ് സ്ലിപ്സ് ടു, അതായത് താഴേക്ക്, അതായത് $66 പെർ ബാരലിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ഒന്ന് താന്നത്. അത് ബേസിക്കലി ഈ ഇൻ്റർനാഷണൽ എനർജി അസോസിയേഷൻ, അതായത് IEAയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഓവർ സപ്ലൈ ഭയങ്കരമായിട്ട്, അതായത് കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് വരും, ആ ഒരു ഓവർ സപ്ലൈ കാരണം തന്നെ ക്രൂഡ് ഒന്ന് ഡിപ്രസ്ഡ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതിനനുസരിച്ച് അതിന് അനുപാതികമായിട്ട് തന്നെ ക്രൂഡിൻ്റെ വില ഒന്ന് ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണപ്പെട്ടത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ വായിച്ച ഒരു ന്യൂസ് എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. അതായത് ഒരു ന്യൂസ് ആയിരുന്നു, ഒരു പല സോഴ്സിലും പല പത്രങ്ങളും പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യും. ഞാൻ ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ടൈംസ്, ന്യൂയോർക്ക് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേണൽ, ഇവരുടെയൊക്കെ രീതിയിൽ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞതായി പറയപ്പെടുന്നതെന്നറിയോ, അതായത് 2028 കൂടി ഞങ്ങൾ റഷ്യയിൽ നിന്നുള്ള എനർജി ഇമ്പോർട്ട്സ്, അതായത് LNG അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനെ ഫേസ് ഔട്ട് ചെയ്യും. അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞത്. 2028 കൂടി ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഒന്നും മേടിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പം ഞങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യയ്ക്ക് മേൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടാരിഫും മറ്റേ സാങ്ഷനും ഒക്കെ വച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ള ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള വേൾഡാണ്. ഇതിനകത്തൊന്നും പറയാനില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് റഷ്യയുടെ ഇന്ന് മേടിക്കുന്നു എന്നുള്ളത് അവർ ഇൻഡയറക്ട്ലി പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് സാങ്ഷൻ വയ്ക്കണമെന്ന് അറിയോ, 2028 ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന പോലെ ഫേസ് ഔട്ട് ചെയ്യും. 2028 ആകുമ്പോൾ ഫേസ് ഔട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ എല്ലായിടത്തേക്കും ഈ ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓയിൽ ഇമ്പോർട്ട്സിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള എനർജി ഇമ്പോർട്ട്സിൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും കുറച്ച് വരുന്ന സമയത്ത് 2028 ആകുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫേസ് ഔട്ട് ചെയ്യുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, LNG ആണ് ഇവർ മേടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ LNG ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് അത് നിരക്കത്ര എന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യം യൂറോപ്യൻ യൂണിയന് വേണമെങ്കിൽ ഖത്തറിൻ്റെ ഇന്ന് മേടിക്കാം എന്നുള്ളതും കൂടെ ഉണ്ട്. ഖത്തർ LNGയുടെ വലിയൊരു എക്സ്പോർട്ടർ ആണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 7th കൺസിക്യൂട്ടീവ് സെഷനാണ് ഗെയിൻ ചെയ്തതെന്നുള്ളതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇതിനകത്ത് നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ FIS കണ്ടിന്യൂസ് ടു ബി നെറ്റ് സെല്ലേഴ്സ്. എനിക്ക് തോന്നുന്നു 3400 കോടിയിൽ പരം സെല്ലിംഗ് FIS നടത്തി എന്നുള്ളതാണ്. ബട്ട് ഇന്നലത്തെ ഒരു നല്ലൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ആ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 ഒന്ന് ബ്രീച്ച് ചെയ്താണ് ക്ലോസ് ചെയ്തെന്നുള്ള. പിന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നമ്മളിപ്പോൾ 7 സെഷൻസ് ആയിട്ട് നമ്മൾ പോസിറ്റിവിറ്റി കാണുന്നുണ്ടല്ലോ. 25,000 എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ബാരിയറും ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്തത് ഒരു നീജർക്ക് റിയാക്ഷനിൽ 200 പോയിന്റ്സ്, 300 പോയിന്റ്സ്, 500 പോയിന്റ്സിൻ്റെ അപ്രൈസിങ്ങിലൊന്നുമല്ല. പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് ക്രോൾ ചെയ്തിട്ടൊക്കെയാണ്. കാരണം ഞാൻ ഇന്നും ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ വളരെ ഇൻവോൾവ് ആയിരുന്നില്ല. ഞാൻ ഓപ്പണിംഗ് അവേഴ്സിലും ഇല്ലായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോഴും മാർക്കറ്റ് ഏതാണ്ട് 32 പോയിന്റ്സ് ആണ് ഇന്നലെ കയറിയിട്ട്, നിഫ്റ്റി 32 പോയിന്റ്സ് കയറിയിട്ടാണ് 25,000ലേക്ക് കയറുന്നതെന്നുള്ള. അപ്പോൾ അതൊരു വളരെ എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ഇത് അതേപോലെ വരണമെന്നില്ല. ഒറ്റയടിക്കാണ് കയറണമെങ്കിൽ നമുക്ക് വലിയൊരു ഷോർട്ട് കവറിങ് റാലിയിലൊക്കെയാണ് ഇത് വന്നതെന്നും അത് ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാമായിരുന്നു. ഈ ഗ്രൈൻഡ് ചെയ്ത് കയറുമ്പോഴേ അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബേസ് കൺസോൾഡേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കയറി അവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കയറുന്നത് പോസിറ്റീവായിട്ടാണ് ഞാൻ മാർക്കറ്റിൽ കാണുന്നത്. ബേസ് സ്ട്രെങ്തൻ ചെയ്താണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റിൽ സാധാരണ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഏതൊക്കെ സെക്ടേഴ്സാണ്, ഏതൊക്കെ സ്റ്റോക്സാണ് നമ്മൾ തലേ ദിവസം മൂവ് ചെയ്യുന്നത് നോക്കുന്നത് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടാൻ. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്,
റിലയൻസ്, HDFC ബാങ്ക്, ഈ വക ബാങ്കുകളാണ്, ഈ വക ബാങ്കും ഭാരതി എയർടെലും റിലയൻസും ഒക്കെയാണ് നിഫ്റ്റിയെ ഒന്ന് മുന്നോട്ട് നയിച്ചത്. റിലയൻസ് ഒക്കെ ചെറിയ രീതിയിൽ മൂവ് ചെയ്തെന്നുള്ളൂ. ബട്ട് നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് 2 ബാങ്ക് വന്നിട്ടുണ്ടല്ലോ, നിഫ്റ്റി ബാങ്ക് തിരിയാൻ പോവുകയാണ്. കാര്യം നിഫ്റ്റി ബാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ആ 25,000 മുകളിലേക്ക് നല്ല രീതിയിലൊരു പുൾ ബാക്ക് വന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കും റിലയൻസും നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് തരണം എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധി വരെ IT. അപ്പം നമ്മൾ മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് ഇന്നലെ ഗെയിനേഴ്സായിട്ട് വരുമ്പോൾ 2 ബാങ്കുകൾ അവിടെ വരുന്നുണ്ട്, ആക്സിസ് ബാങ്കും HDFC ബാങ്കും. എന്താ നമ്മൾ ലൂസേഴ്സിൽ വരുമ്പോൾ ICICI ബാങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നതിൽ ICICI ബാങ്കാണ് ശരിക്കും പറഞ്ഞാൽ ആ ബാങ്കിങ്ങിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് കൊണ്ട് ഏറ്റവും സ്ട്രെങ്ത് കാണിക്കുന്ന, ഫണ്ടമെൻ്റലി സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്ക് ICICI ബാങ്കാണ്. ICICI ബാങ്ക് ലൂസേഴ്സ് സൈഡിലാണ്. കാര്യം ഇന്നലെ ലൂസേഴ്സ് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, അതായത് ബൈബാക്ക് കടന്നിട്ട് പോലും ഇൻഫോസിസ് ചെറുതായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, GST പരിഷ്കരണം വന്നിട്ടും യൂണിലിവർ, അതായത് ലാർജസ്റ്റ് FMCG കമ്പനിയും ഒന്ന് ബാക്കിലോട്ടാണ് അടിച്ചിരിക്കുന്നത്. ICICI ബാങ്കും ബാക്കിലോട്ടാണ് വന്നേക്കുന്നത്. ടൈറ്റൻ ഈസ് ഓൾസോ ബിഗ് ബെനിഫിഷ്യറി ഓഫ് GST റിലാക്സേഷൻ അല്ലേ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ, അത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരു കമ്പനി ഡമാസ് എന്ന് പറഞ്ഞ കമ്പനി എങ്ങാണ്ട് ടൈറ്റൻ മേടിച്ചിട്ടില്ലേ, അതായത് ഗൾഫിലെങ്ങാണ്ട് UAE-യിലെങ്ങാണ്ട് അത് മേടിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണതിന് വലിയ ടാരിഫ് ഒന്നുമില്ല. അപ്പോൾ ജെംസ് ആൻഡ് ജ്വല്ലറി ഒരു അഫക്റ്റഡ് സെക്ടറാണല്ലോ ടൈറ്റനെ സംബന്ധിച്ച്. എന്നിട്ടും ഈ വക ഒരു പർച്ചേസ് വന്നത് ടൈറ്റൻ അത് ഹെൽപ്ഫുൾ ആയിട്ട് വന്നിട്ട് പോലും ഇന്നലെ ടൈറ്റൻ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ടൈറ്റൻ ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു ലൂസർ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഇന്നലെ സെക്ടറലിയും ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ഇൻഡിക്കേഷനും അതിനകത്ത് തരുന്നില്ല. അതായത് നമുക്ക് ഒരു എവിഡൻസും ആ സീനിൽ നിന്ന്, നമ്മുടെ ക്രൈം സീനിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് പറയും പോലെ ഇപ്പോൾ ഗെയിൻസ് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ, എനർജി ഒക്കെയാണ് ഗെയിൻ ചെയ്ത്. ലൂസേഴ്സ് ആണെങ്കിലോ IT, ഓട്ടോ, ഡിഫൻസ്. അപ്പോൾ ആ ഇങ്ങനത്തെ രീതിയിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷനും തരുന്നില്ല, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ മാർക്കറ്റ് നിൽക്കുകയാണ് എന്നുള്ള. ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 32 പോയിന്റ്സ് ഹയർ ആയെങ്കിൽ പോലും ബ്രോഡർ മാർക്കറ്റ് ഇച്ചിരി വീക്കായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് നിഫ്റ്റി മിഡ് ക്യാപ് 150 ജസ്റ്റ് 0.04%, ഒരു മരുന്നിന്, ഒരു ഡ്രോപ്പിന് മാത്രം അപ്പായിരുന്നു. എന്നാൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 -0.1% ഡൗൺ ആയിരുന്നു. അപ്പോൾ ബ്രോഡർ മാർക്കറ്റ് ഡൗണും നിഫ്റ്റി നെയിം സേക്കിന്, അതായത് ഒരു നിഫ്റ്റി മാനിപ്പുലേറ്റ് ചെയ്ത് കറക്റ്റ് 25,000 മുകളിൽ പ്ലേസ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിനകത്തുനിന്ന് ഒരു സെക്ടറിൻ്റെയോ ഒരു സ്റ്റോക്കിൻ്റെയോ സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് മാനേജ്മെൻറ്റ് എന്ന് സാധാരണ നമ്മൾ ഈ ടെക്നിക്കൽ യൂസേജ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ആ ഇൻഡെക്സ് മാനേജ് നടന്നിട്ടുണ്ട്. അതായത് ഈ ഇൻഡെക്സിൻ്റെ പുറകിൽ ദെയർ ആർ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മാർക്കറ്റിൽ നിന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മൾ എന്തൊരു പാരാമീറ്റർ എടുത്താലും, അതായത് പുട്ട് കോൾ റേഷ്യോ ആയാലും ശരി, ലോങ് ഷോർട്ട് റേഷ്യോ ആയാലും ശരി, ടെക്നിക്കൽ ആണെങ്കിലും ശരി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡേറ്റ ആണെങ്കിലും ശരി, ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് നിഫ്റ്റിയിലുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഓൺ ദ അപ്സൈഡ് എന്നാണ് പറയുന്നത്. ബട്ട് വി റിസർവ് ദ റൈറ്റ് ടു ഗോ റോങ്. നമ്മൾ ഈ പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഒരു ന്യൂസോ ഒരു ഹെഡ്ലൈനോ മതി ഇതെല്ലാം തകർന്നു പോകാനായിട്ട്. പക്ഷേ അതിനകത്ത് ഒരു ഇൻഡെക്സ് മാനേജ്മെൻറ്റും ആ ഒരു ടെക്നിക്കൽ ഡേറ്റാസും പാരാമീറ്റേഴ്സും വെച്ച് നോക്കുമ്പോൾ മുകളിലോട്ടൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള റാലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്കറിയില്ല, ഇതൊരു വൈൽഡ് ഗെസ് മാത്രമാണ്. ഇത് നിങ്ങൾ എടുക്കുകയും ചെയ്ത് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളത് ശരിയാണ്. നമ്മൾ പറഞ്ഞത് കോഷ്യസ് ഓപ്റ്റിമിസത്തിൽ നിന്ന് മാറി നമ്മൾ ഒരു ഓപ്റ്റിമിസത്തിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് 25,000 കട്ട് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഫോർച്ചുനേറ്റ് ആണ്, ലക്കിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ നടന്നു എന്നുള്ളത്. ഇതും അതുപോലെ നടക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഒരു ഔട്ട്സൈഡ് ചാൻസ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം. എൻ്റെ ഒപ്പീനിയൻ എപ്പോൾ വേണമെങ്കിലും തെറ്റാം. എല്ലാവരും ഒപ്പീനിയനും കൂടെ ചേർന്ന് വരുന്ന ഒരു ഔട്ട്കം ആയിരിക്കും മാർക്കറ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കാണുന്നത് ശരിക്കും മാർക്കറ്റിലൊരു ബൈയിങ് വരണമെന്നുണ്ടെങ്കിൽ സെക്ടറൽ ഞാൻ നോക്കുമ്പോൾ അതിനൊരു ഈ ടാരിഫൈഡ് സ്റ്റോക്സ്, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പുതിയൊരു വർത്തമാനമുണ്ട്, ടാരിഫൈഡ് സ്റ്റോക്സ്. അതായത് ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് ടാരിഫ് ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത് ആ സ്റ്റോക്കുകളിലായിരിക്കും ഞാനൊരു മൂവ്മെൻറ്റ് കാണുന്നതെന്നുള്ള. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഹിറ്റ് വന്നത് നമുക്കറിയാമല്ലോ. ഒന്നെന്ന് പറയുന്നത് IT, പിന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, പിന്നെ ഫാർമ, ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ ആൻഡ് ഫുട്വെയർ, പിന്നെ സീ ഫുഡ്, ഷ്രിംപ്. ഈ ഷ്രിംപ് ബിസിനസ്സിനെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയത്. ഈ ഇക്വഡോറിൽ നിന്നൊക്കെ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പോലും ആ ക്വാളിറ്റി സീ ഫുഡ്, ഞാൻ അമേരിക്കൻ നമ്മുടെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ സീ ഫുഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സീ ഫുഡിന് ഒരു സ്പെഷ്യൽ ഷെൽഫ് സ്പേസ് അമേരിക്കൻ റീറ്റെയിൽ സിസ്റ്റത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അതായത് ഇന്ത്യൻ ഷ്രിമ്പ് എന്നല്ല, ലോകത്തു നിന്നുള്ള എല്ലാ ഷ്രിമ്പും ഇമ്പോർട്ട് ചെയ്യണ അമേരിക്കൻ കമ്പനീസ് ഇപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇക്വഡോർ, ഇന്ത്യ, ഇങ്ങനെ പല സ്ഥലത്തുനിന്നും മേടിക്കും.
എന്നാൽ ഇക്വഡോറിൽ വില കുറച്ചാണ് കിട്ടുന്നത്, ഇന്ത്യയിൽ നിന്ന് വില കൂട്ടിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു ആവറേജ് ആയിട്ടാണ് അവർ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അതായത് ഇന്ത്യൻ സീ ഫുഡിനെ അവർക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ഒരുപാട് ഇപ്പോൾ ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, കാലിഫോർണിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സിൽ സീ ഫുഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ഈ ഫുഡിൻ്റെ നോംസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല സ്ഥലത്തു നിന്ന് വരുന്ന ഷ്രിമ്പിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അതിനകത്തുണ്ട്. അത് കാരണം പല റീറ്റെയിലേഴ്സും അവരുടെ ഷെൽഫിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലെ ഷ്രിമ്പിനെ എടുത്ത് മാറ്റി വെച്ചതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഷ്രിമ്പ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോൾ എല്ലാം സെറ്റിൽ ചെയ്ത് ഷ്രിമ്പൊക്കെ ശരിയാവണമെങ്കിൽ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഷ്രിമ്പ് ഇസ് എ ഗ്രേറ്റ് സ്റ്റോറി ഇൻ US എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഫിയുടെ ബൈബാക്കാണ്. ഇൻഫിയുടെ ബൈബാക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് 18,000 കോടിയുടെ ബൈബാക്കാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 2.41% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് 10 കോടി ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്. അവർ 19% പ്രീമിയം, ഇന്നലെ 1,506 രൂപ എങ്ങാണ്ടാണ് ക്ലോസ് ചെയ്തതെന്ന്. ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. 19% പ്രീമിയം ടു യെസ്റ്റർഡേസ് ക്ലോസ്, അതായത് 1,800 രൂപയ്ക്കാണ് അവരൊരു ബൈബാക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള. അതായത് 2017 ശേഷം, അതായത് ലാസ്റ്റ് 8 കൊല്ലത്തിൽ 4 ബൈബാക്ക് അവർ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് 5ാമത്തെ ബൈബാക്ക്. ഇതാണ് ഇതുവരെയുള്ളതിലെ ലാസ്റ്റ് 2017 ലാസ്റ്റ് 8 കൊല്ലത്തെ ഏറ്റവും വലിയ ബൈബാക്കും വരുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് ഇൻഫിയുടെ ബാലൻസ് ഷീറ്റ് ഞാൻ നോക്കാൻ നേരത്തെ 24,500 കോടി ക്യാഷ് ഓൺ ബുക്സ് ഉള്ള കമ്പനിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് 3 ബൈബാക്കും ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് വഴി അവർ തിരിച്ച്, അതായത് മാർക്കറ്റിൽ നിന്ന് അവർ മേടിക്കുകയാണ് ചെയ്തത്. ബട്ട് April 1 കൂടി ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്നുള്ള ബൈബാക്ക് എന്ന് പറയുന്നത് ഫേസ് ഔട്ട് ചെയ്തിരിക്കുന്ന കാരണം ഇപ്രാവശ്യം അവർ ടെൻഡർ ഓഫർ റൂട്ടിലാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ ടെൻഡർ ഓഫർ റൂട്ട് എന്ന് പറയുമ്പോൾ ടെൻഡർ ഓഫർ റൂട്ടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 പ്രോസസ്സാണ്. അതായത് ഇൻഫോസിസിൻ്റെ ബൈബാക്ക് എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു 5 പ്രോസസ്സാണ്. ആദ്യം എന്ന് പറയുന്നത് ഒരു അനൗൺസ്മെൻറ്റ് വരും, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അനൗൺസ്മെൻറ്റ് വരുമ്പോൾ അതിനകത്ത് പ്രൈസും വരും, ടൈം ലൈനും വരും, എത്ര പ്രൈസ് ഏത് സമയത്താണ് എന്നുള്ളത്. രണ്ടാമത് വരുന്ന ഒരു കാര്യം വെച്ചാൽ റെക്കോർഡ് ഡേറ്റ്. റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന ദിവസം വരെ ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ബൈബാക്കിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് റെക്കോർഡ് ഡേറ്റിനെ കാണാം. അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറയുന്നത് ടെൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർസ് കമ്പനിക്ക് ടെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എലിജിബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, അതായത് റെക്കോർഡ് ഡേറ്റിന് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് ടെൻഡർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റാണ് അതെന്ന് പറയുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രോസസ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. അതായത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ കാര്യം കമ്പനി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനൊരു അക്സെപ്റ്റൻസ് റേഷ്യോ എന്നാണ് പറയുന്നത്. അക്സെപ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര പേര് ടെൻഡർ ചെയ്യണു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ മാത്തമാറ്റിക്സ് വെച്ചിട്ട് കമ്പനി ഒരു പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്യും. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 ഷെയറാണ് ഹോൾഡ് ചെയ്യണമെന്ന് വയ്ക്കുക. ഞാൻ ഈ 100 ഷെയറും ഞാൻ ടെൻഡർ ചെയ്യും, കംപ്ലീറ്റ് ഷെയർ 100 ഷെയറും ഞാൻ ടെൻഡർ ചെയ്യുകയാണ് ഇൻഫോസിസിൻ്റെ ബൈബാക്കിൽ. പക്ഷേ ഇൻഫോസിസിൻ്റെ കമ്പനി ഡിസൈഡ് ചെയ്യുകയാണ് 30% അക്സെപ്റ്റൻസ് റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ 100ൽ നിന്ന് 30 മാത്രമേ അവരെടുക്കുള്ളൂ, ബാക്കി 70 തിരിച്ച് എൻ്റെ DP തന്നെ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ അക്സെപ്റ്റൻസ് റേഷ്യോ ഡിസൈഡ് ചെയ്യുന്നതാണ്. അത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇന്ന് മേടിക്കുന്നത്. 5ാമതെന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ്. വളരെ സിമ്പിൾ. അതായത് എത്രയാണോ നമ്മുടെ ഇന്ന് മേടിക്കുന്നത് അതിൻ്റെ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ വയർ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇന്ന് സെബിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. IPO പ്രോസസ്സുകളെക്കുറിച്ചുള്ള പുതിയ റിഫോംസ് ആണ് സെബിയുടെ മീറ്റിങ്ങിൽ വരുന്നതെന്ന് പറയുന്നു. അതുമാത്രമല്ല ഡെറിവേറ്റീവ് എക്സ്പയറി അതൊരു ചെറിയൊരു സോർ പോയിൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഇന്ന് ടേക്കപ്പ് ചെയ്യില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിനെക്കുറിച്ച് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്രോക്കിംഗ് സ്റ്റോക്സിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. BSE, നുവാമ അല്ലെങ്കിൽ ഏഞ്ചൽ വണ്ണിനൊക്കെ അതൊരു നെഗറ്റീവായിട്ട് വന്നേക്കാം എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസിനെ കുറിച്ചും ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് ടെക്നിക്കൽ അനാലിസിലേക്ക് പോവാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ട്രാവൽ ആൻഡ് ഫുഡ് സർവീസസ് എന്നൊരു കമ്പനിയുണ്ട്. അവർക്ക് ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഉണ്ട്. അവർ ഫ്രാഞ്ചൈസി എന്ന് വെച്ചാൽ idli.com, മസാല കിച്ചൻ, കറി കിച്ചൻ, ബിക്കനർ വാല, തേർഡ് വേൾഡ് കോഫി, വോവ് മോമോ, ഇതൊക്കെ നമ്മൾ കൂടുതലും കാണുന്ന എവിടെ? എയർപോർട്ടുകളിലാണ്. ഈ എയർപോർട്ടിൽ ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 12 യൂണിറ്റ്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1ലെ 12 യൂണിറ്റുകൾ ഈ ട്രാവൽ ആൻഡ് ഫുഡ് സർവീസസ് ഏറ്റെടുത്തതായിട്ട് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. 14 ഈ പറഞ്ഞ പോലെ ഷോപ്സും 1 ലൗഞ്ചും ആണ് എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2025 1.1 crore പാസഞ്ചറിനെ ഹാൻഡിൽ ചെയ്ത എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത്. അതായത് ഇന്ത്യയിലെ 8th ലാർജസ്റ്റ് എയർപോർട്ടാണ്. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ് സർവീസസ് കൊച്ചിൻ എയർപോർട്ടിലും കൂടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. പിസ്സ ഹട്ട്, സബ്വേ, KFC, ഹാർഡ് റോക്ക് കഫേയൊക്കെ ഇവരുമായിട്ട് ടൈപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ് സർവീസസും കൂടെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു പോയിൻറ്റും കൂടെ എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്, ഇന്ത്യയിലെ മേജർ എക്സ്പോർട്ട്
കമ്പനികളുടെ ഓർഗനൈസേഷൻസ് RBI ഒന്ന് ചെന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഒരു റിലാക്സേഷൻ, അതായത് 50% ടാരിഫ് വന്നത് കാരണം ഞങ്ങളുടെ ബിസിനസ് കുറച്ച് നഷ്ടത്തിലാണ്, അതുകൊണ്ട് കുറച്ച് സഹായങ്ങൾ വേണം. അതൊന്നെന്ന് വെച്ചാൽ ലോൺ റീപേയ്മെൻറ്റിന് 1 കൊല്ലത്തെ മൊറട്ടോറിയം വേണം, ഒരു സാവകാശം വേണം. രണ്ടാമത് കൊളാട്രൽ ഇല്ലാതെ ഫ്രീ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തരണം. 3 NPA നോംസ് ഒന്ന് റിലാക്സ് ചെയ്യണം. കാര്യം ഞങ്ങൾ ഈ ട്രേഡ് കാരണം, ടാരിഫ് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ്. അത് മാത്രമല്ല പെനാൾട്ടീസിൻ്റെ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, ലെൻഡിങ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് തരണം. അതായത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് RBIയുടെ ഡോറിൽ ചെന്ന് ഈ ഓർഗനൈസേഷൻസ് ഒന്ന് നോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അതിനകത്ത് ലാസ്റ്റ് റിക്വസ്റ്റാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതായത് RBIയോട് അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഈ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അധികം ഇടപെടാതെ റുപ്പിയെ കുറച്ചൊന്നും കൂടി ഡിപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം. കാര്യം ഞങ്ങളുടെ ലോസ് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് US ഡോളേഴ്സ് സ്ട്രെങ്തൻ ചെയ്ത് നിന്നാൽ ഞങ്ങൾക്ക് റവന്യൂ കൂടി കിട്ടും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഇതൊരു സ്റ്റോക്ക് ഐഡിയ എന്നതിനേക്കാൾ ഉപരി ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് നിങ്ങൾ ഈ ഒരു സെഗ്മെന്റിനെ കണക്കാക്കേണ്ടതിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. സർ, ഇന്നത്തെ താങ്കളുടെ ഫോക്കസിലേക്ക് എത്തിയിരിക്കുന്ന ബിസിനസ് ഐഡിയ ഏതാണ്? അല്ല, ഞാൻ ജസ്റ്റ് ഒരു ടെക്നിക്കൽ സെറ്റപ്പ് നോക്കുമായിരുന്നു. അതായത് ടാറ്റ ടെക്നോളജീസ് വളരെ യുണീക്ക് ആയിട്ടുള്ള കമ്പനിയാണ്. അത് ടാറ്റ മാനേജ്മെൻറ്റിൻ്റെ കമ്പനിയാണ്. പ്രത്യേകിച്ച് അവർ ഒരു നിഷ് ഏരിയയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഏതാണ്ട് 705 രൂപയിലെങ്ങാണ്ടാണ് അത് ട്രേഡ് ചെയ്യണമെന്നുള്ള. അതിന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ സെറ്റപ്പ് ടാറ്റ ടെക്നോളജീസിന് കാണുന്നത്. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ആയിട്ട് കാണുന്നത്. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ള പ്രൈസ് വോളിയൂം ആക്ഷനും മറ്റുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സും ഒരു നല്ല രീതിയിൽ ആ ടാറ്റ ടെക്നോളജീസിന് ഉയർന്നു. ഒരു കാര്യം വളരെ ഹൈ എക്സ്പെക്ടേഷനുള്ള സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു 1200 1300 വരെയൊക്കെ പോയിരുന്നതാണ്. 1136 വരെ പോയിട്ട് അത് ഭേദപ്പെട്ട് 690 വരെയൊക്കെ എങ്ങാണ്ട് കറക്റ്റ് ചെയ്തു അല്ലേ, 597 വരെ കറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉള്ള ഒരു കമ്പനി, അതെന്താ പറയുക, ഒരു IPOൻ്റെ ഒരു ഇനിഷ്യൽ ബസ്സിൽ അത് ഭയങ്കരമായിട്ട് ആ ഒരു ഹൈപ്പിൽ അങ്ങ് കയറി നിൽക്കുകയും ഒരുപാട് എക്സ്പെക്ടേഷനിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ അതിനെ കണ്ടത് എന്നുള്ളത്. ഈ 705 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെ കാണപ്പെടുന്നു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ ഓറക്കിൾ ഷെയർസിൻ്റെ മൂവ്മെൻറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, US മാർക്കറ്റിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. അതായത് അവരുടെ ക്ലൗഡ് സർവീസസിൻ്റെ ഗ്രോത്തും അതിനുള്ള ഗൈഡൻസും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലേക്ക് അതിന് ആ സ്റ്റോക്കിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് മോളിപ്പോയത്. എനിക്കൊന്ന് 36% എങ്ങാണ്ട് സെപ്റ്റംബർ 2 ശേഷം കയറി. എനിക്കൊന്ന് ഒരിടയ്ക്ക് 45% കറക്ഷൻ കൂടി എടുക്കാതിരുന്ന 45% വരെ കയറി. പിന്നെ കുറച്ച് കറക്റ്റ് ചെയ്യും കൂടെ ചെയ്തപ്പോൾ നെറ്റ് ഏതാണ്ട് 36% റിട്ടേൺ തന്നൊരു സ്റ്റോക്കാണ് ഈ ഒറാക്കിൾ എന്ന്. പക്ഷേ അതിൻ്റെ വാലും പിടിച്ച് നമ്മുടെ ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒറാക്കിൾ കമ്പനി എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ട് 10% കയറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ മാനേജ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ക്ലൗഡ് സർവീസസ് ഗ്രോത്ത് അമേരിക്കൻ കമ്പനിക്കാണ് ഗുണം ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ പറഞ്ഞു വെക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആ സ്റ്റോക്കിനെയും കൂടെ അടിച്ച് പൊക്കിയിട്ടുണ്ട് ഓപ്പറേറ്റേഴ്സ്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇവിടുന്ന് സ്റ്റോക്ക് കയറിയേക്കാട്ടോ, നമ്മൾ ജസ്റ്റ് ഒരു കോഷൻ പറയുന്നു എന്ന് മാത്രം. കാര്യം ആൾക്കാർ ഒരിക്കലും വിചാരിക്കരുത് അവിടെ 36% കയറി കഴിഞ്ഞാൽ ഇവിടെയും കയറേണ്ടതാണല്ലോ എന്ന് വിചാരിക്കരുത്. കാര്യം ഇവിടുത്തെ ബിസിനസ്സിന് ആ ക്ലൗഡ് സർവീസസിൻ്റെ ഗ്രോത്ത് ആയിട്ട് ബന്ധമില്ല എന്ന് മാനേജ്മെൻറ്റും കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത് FMCG കമ്പനീസായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അല്ലെങ്കിൽ പോട്ടെ ഈ പറയുന്ന പോലെ ഡാബർ ബ്രിട്ടാനിയൊക്കെ ചിലപ്പോൾ ഞാനിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ നേപ്പാൾ ഓപ്പറേഷൻസ് ഒന്ന് ഹിറ്റായി എന്നുള്ള കാര്യം. പല FMCG കമ്പനീസിനും നേപ്പാളിൽ പ്രസൻസ് ഉണ്ട്. അതുകൂടാതെ ഡാബറിനും ബ്രിട്ടാനിയയ്ക്കും നേപ്പാളിൽ പ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഈ സ്റ്റോക്സ് ഒന്ന് ഡിമ്മായി ഒന്ന് കാണപ്പെട്ടേക്കാം എന്നുള്ള. ഒരുപാട് FMCG കമ്പനീസിന് അവിടെ ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ പോകുകയാണെങ്കിൽ ITCക്ക് ഉണ്ട്, യൂണിലിവറിനുണ്ട്, പതാഞ്ജലിക്കുണ്ട്, പിന്നെ വരുൺ ബിവറേജസ്, ബിക്കാജി ഫുഡ്സ്, ഇവർക്കൊക്കെ ഈ റിലയൻസിൻ്റെ കൺസ്യൂമർ ഡിവിഷൻ, ഇവർക്കൊക്കെ പല ജോയിൻറ്റ് വെഞ്ചർ വഴിയൊക്കെ അവർക്ക് ടൈപ്പ് വഴിയൊക്കെ നേപ്പാളിൽ നല്ല രീതിയിൽ ചില കമ്പനികൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, ചില കമ്പനികൾക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കണ്ടുവയ്ക്കണം. അപ്പോൾ FMCG സ്റ്റോക്സിൽ ചെറിയ ഒരു ഡിപ്പ് വരികയാണെങ്കിൽ അത് നേപ്പാൾ ഒരു റീസൺ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതും കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. ഇനിയിപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ 2 ദിവസം മുമ്പേ 3 ദിവസം മുമ്പേ ഒന്നൊരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല ബിസിനസ്സുകളും ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അതിനകത്തൊരു കാര്യമായിട്ട്, അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ ഈസ് എക്സ്പീരിയൻസിങ് എ മാസീവ് എന്താ പറയുക, ഒരു പുഷ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അല്ലേ. ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന രീതിയിൽ, അതായത് നമുക്കിപ്പോൾ നോക്കാം, റോഡ്, ബ്രിഡ്ജ്, ഹൈവേ, എയർപോർട്ട്, സീപോർട്ട്, ഷിപ്പ് ബിൽഡിംഗ് യാർഡ്, ഡേറ്റാ സെൻറ്റേഴ്സ്, ബുള്ളറ്റ് ട്രെയിൻ, മെട്രോ റെയിൽ, സ്മാർട്ട് സിറ്റി, എങ്ങനെ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പുഷ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം.
പക്ഷേ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സിമെൻ്റൊക്കെ ആവശ്യത്തിന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു സെൽഫ് റിലയൻസ് ഇതുവരെ ആർജിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള കൺസ്ട്രക്ഷനായിട്ടുള്ള വളരെ എന്താ പറയുക വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് ഉദാഹരണത്തിന് ക്രെയിനിൻ്റെ കാര്യത്തിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, ക്രെയിന്, പിന്നെ ഫോർക്ക് ലിഫ്റ്റ്, ടണൽ ബോറിംഗ് മെഷീൻസ്, അതായത് ടണലൊക്കെ ഡ്രില്ല് ചെയ്ത് കൊണ്ടുപോകും. നമ്മളിപ്പോൾ കുതിരാൻ്റെ ടണലൊക്കെ നമ്മളിപ്പോൾ ഡ്രില്ല് ചെയ്ത് ഇപ്പോൾ വയനാടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വയനാട് ചുരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ ടണൽ ബോറിംഗ് മെഷീൻസും ഒക്കെ സ്പെഷ്യലൈസ്ഡ് റിഗുകൾ ഇതൊന്നും ഇന്ത്യയിൽ വേണ്ട രീതിയിൽ ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ട്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന, അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും കമ്പോണൻസുമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ സ്വന്തമായിട്ടൊരു ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഈ വക സാധനങ്ങളിലൊന്നുമില്ല. ഒരു വശത്തേക്ക് ഗവൺമെൻറ് നന്നായിട്ട് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്ത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അതിനുള്ള പേയ്മെൻറ്റും കറക്റ്റായിട്ട്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തന്നെ പുതിയ ഹൈവേ വരുന്നു, അതിന് ലാൻഡ് അക്വിസിഷന് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ചേർന്ന്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ വേറെ ഒരു സംസ്ഥാനവും നാഷണൽ ഹൈവേസിൻ്റെ കാര്യത്തിന് കാശ് കൊടുക്കുന്നില്ല. കേരള ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനകരമായിട്ടുള്ള, അതായത് എനിക്ക് തോന്നുന്നു 6000 തൊട്ട് 7000 കോടി വരെ കേരളത്തിൽ ലാൻഡ് അക്വിസിഷൻ കൂടുതലായത് കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ അല്ലാതെ ഞങ്ങളിത് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ കേരള ഗവൺമെൻറ് വളരെ എന്താ പറയുക വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ അത് എടുക്കുകയും ഒരു 6000-7000 കോടി കമ്മിറ്റ് ചെയ്യും ടോട്ടൽ പ്രോജക്റ്റിന്. എന്നിട്ട് ലാൻഡ് അക്വിസിഷൻ്റെ കാര്യം ഫാസ്റ്റാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇതിപ്പോൾ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നല്ല റോഡ് വരുന്നതിൽ നമ്മൾ ഈ വഴിയിൽ കാണുന്ന എല്ലാ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിലും നമ്മൾ കാണുന്ന ക്രെയിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല, ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, കമ്പോണൻസും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് എന്നുള്ള. അപ്പോൾ നമ്മൾ വളരെ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ് പുറത്തുള്ള. അപ്പോൾ അതായത് ഒരു ടൈറ്റ് സപ്ലൈ സിറ്റുവേഷനോ ഡിസ്റപ്ഷനോ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിനൊക്കെ ഡിസ്റപ്ഷനോ വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്തിന് ഇത് കിട്ടില്ല. എന്നാൽ ഇവിടെ എന്തോരം സെമി കണ്ടക്ടർ ഫെസിലിറ്റി, ഡേറ്റാ സെൻറ്റർ, സോളാർ പ്രോജക്ട്സ്, വിൻഡ് ജനറേഷൻ കപ്പാസിറ്റി, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ എക്യുപ്മെൻറ്റ്സ് വേണമെന്നുള്ളപ്പോൾ ഇതേപോലെയുള്ള ടാരിഫ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഹാസ് ബീൻ ആസ്കിങ് ദ ഗവൺമെൻറ് ഫോർ എ PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇതിന് വേണമെന്ന് കുറേ നാളായിട്ട് പറയേണ്ടായിരുന്നു. ഇപ്പോൾ 3-4 ദിവസം മുമ്പേ വന്നൊരു ന്യൂസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏതാണ്ട് 14,000 കോടി തൊട്ട് 16,000 കോടി വരെ ഒരു സ്കീം കൊണ്ടുവരാൻ പോകണം. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റും അതിനാവശ്യമായിട്ടുള്ള അതിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കമ്പോണൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 14,000 തൊട്ട് 16,000 കോടി. നമ്മൾ 3-4 മാസം മുമ്പേ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞു. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ റിഫോംസ് കൊണ്ടുവരാതെ ഇന്ത്യക്ക് പറ്റില്ല. കണ്ടെയ്നർ മാനുഫാക്ചറിങ്ങിൽ പോലും അത് കൊണ്ടുവരണം. ഷിപ്പ് ബിൽഡിങ്ങിൽ 90% ഷിപ്സും ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയയിലേക്കാണ് വരണമെന്ന് പറഞ്ഞു. ഫോർച്യുനേറ്റ്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഷിപ്പിംഗ് ബില്ല് പാസ്സാക്കി, മാരിടൈം ബില്ലുകൾ പാസ്സാക്കി, ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പൈസയും റിഫോംസും ഒക്കെ കൊണ്ടുവന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 14,000-16,000 കോടിക്ക് ഈ പറയുന്ന പോലെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സും കമ്പോണൻസിനും വേണ്ടി ഗവൺമെൻറ് പൈസ ചിലവാക്കാൻ തീരുമാനിച്ചത്. അതായത് ഇക്രയുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഏതാണ്ട് 5 തൊട്ട് 7 കൊല്ലം കൊണ്ട് ഏതാണ്ട് $25 ബില്യൺ ആനുവൽ റവന്യൂ ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ആ ഒരു റവന്യൂ പൂള് ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല $3 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ചും സേവ് ചെയ്യും. കാര്യം നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ടാണ് പുറത്തുനിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോറക്സ് റിസർവ്സും കുറഞ്ഞു പോകും. ആ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസും, അതായത് ഡോളർ കയറും തോറും നമ്മൾ $1 മേടിക്കാൻ പറ്റുന്ന സാധനം ഇപ്പോൾ വില കൂടി പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ള. അപ്പോൾ ആ ഫോറിൻ എക്സ്ചേഞ്ചും $3 ബില്യൺ സേവ് ചെയ്യാൻ പറ്റും. $25 ബില്യൺ ഒരു റവന്യൂ പൂളും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇക്രയുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് വരുന്നത്. 14,000-16,000 കോടിയുടെ ഒരു ഇമ്പറ്റസ് കൊടുത്താൽ മതി. ഇൻഡസ്ട്രി അതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് പ്രൈവറ്റ് കമ്പനികൾ, അതായത് ലിസ്റ്റഡ് കമ്പനികളെല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് ഒരു എന്താ പറയുക ഒരു പ്രൈവറ്റ് ക്യാപെക്സ് ഇട്ടിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഗവൺമെൻറ് പബ്ലിക് ക്യാപെക്സ് ആയിട്ട് റോഡും കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ, പ്രൈവറ്റ് ക്യാപെക്സ് കൊണ്ടുവന്നിട്ട് ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയെ ഡ്രൈവ് ചെയ്ത് പോട്ടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും $25 ബില്യൺ ഒരു റവന്യൂ പൂള് ഒരു 5 കൊല്ലത്തിൽ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കമ്പനിക്ക്, അതായത് ഒരു ഇൻഡസ്ട്രിയുടെ റവന്യൂ പൂള് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഒരു കമ്പനിക്ക് വലിയൊരു ബെനിഫിറ്റ് കിട്ടിയേക്കാം. നമ്മൾ ഈ PLI സ്കീം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിന് കോവിഡിന് ശേഷം കൊണ്ടുവന്നപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലെ റവന്യൂ പൂള് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഈ ഡിക്സൺ ടെക്നോളജീസ്, ആംബർ,
കെയ്ൻസ് പോലുള്ള കമ്പനികൾ എന്തോരം മാർക്കറ്റ് ക്യാപ്പ് ആഡ് ചെയ്ത് പോയി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തോരം ബിസിനസ് ബെനിഫിറ്റ്, റവന്യൂ ബെനിഫിറ്റ്, പ്രോഫിറ്റ് പൂൾ ബെനിഫിറ്റ്, മാർക്കറ്റ് ക്യാപ്പ് ബെനിഫിറ്റും അത് കിട്ടി എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് പിക്ക് ആൻഡ് ക്യാരി ക്രെയിൻ മാനുഫാക്ചറാണ്. പിക്ക് ആൻഡ് ക്യാരി ക്രെയിൻ മാനുഫാക്ചറാണ്. അതായത് ഇന്ത്യൻ മൊബൈൽ ക്രെയിൻ സെഗ്മെൻറ്റിൻ്റെ 63% മാർക്കറ്റ് ഷെയർ ഈ കമ്പനിക്കാണ്. അതുമാത്രമല്ല ടവർ ക്രെയിൻസ്, നമ്മൾ ഈ വലിയ ടവർ പോലെ നിൽക്കുന്ന ക്രെയിൻസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ കണ്ടാണ്, അതിൻ്റെ 60% മാർക്കറ്റ് ഷെയറും ഈ കമ്പനിയുടെ കയ്യിലാണ്. ഈ കമ്പനിയുടെ പേര് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് എന്നാണ്, എയ്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. നമ്മൾ ഇതിനു മുമ്പ് ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ വീണ്ടും അതിനെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് 1995 ടെക്നോക്രാറ്റായ മിസ്റ്റർ വിജയ് അഗർവാൾ തുടങ്ങിയ ഒരു കമ്പനിയാണ് എന്നുള്ളത്. ഇവർക്ക് ഈ ബിസിനസ് പല സെക്ടേഴ്സിലാണ് അതായത് ഇവർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് പല സെക്ടേഴ്സിന് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ, മൈനിങ്, അഗ്രികൾച്ചർ, ഡിഫൻസ് എന്നിങ്ങനെയുള്ള സെക്ടറിലേക്കാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഇവർ സപ്ലൈ ചെയ്യണമെന്നുള്ള. ഇവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോളർ ക്രെയിന്, ട്രക്ക് ക്രെയിന്, ടവർ ക്രെയിന്, റഫ് ടെറൈൻ ക്രെയിൻസ്, അങ്ങനെ പല ടൈപ്പിലുള്ള ക്രെയിനുകൾ, പിന്നെ ലോഡേഴ്സ്, ലോറി ലോഡേഴ്സ്, ബാക്ക് ഹോൾ ലോഡേഴ്സ്, അങ്ങനെ പല ടൈപ്പുള്ള ലോഡേഴ്സ്, അതായത് നമ്മൾ ടിപ്പർ ലോറിയിലൊക്കെ കാണുന്നത് അതേപോലത്തെയൊക്കെ സാധനങ്ങൾ ഇവരുടെ കയ്യിൽ ഒരുപാട് ഉണ്ടെന്നുണ്ട്. പിന്നെ വൈബ്രേറ്ററി റോളേഴ്സ് ഉണ്ട്, ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട്, അതായത് സാധനങ്ങളൊക്കെ ഈ ഫാക്ടറിയിൽ ലിഫ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റേ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും ട്രക്കിൽ ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫോർക്ക് ലിഫ്റ്റൊക്കെ ഇവർക്കുണ്ട്. അതുമാത്രമല്ല ഇവർക്ക് ട്രാക്ടേഴ്സ് ഉണ്ട്, പൈലിംഗ് റിഗ്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഉണ്ട് എന്നുള്ള. അതായത് ബേസിക്കലി നമ്മൾ ഈ എയ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു കാറ്റർ പില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ വഴി കാണുന്ന, നമ്മളിപ്പോൾ കാണാം എയ്സിൻ്റെ ക്രെയിൻ, എയ്സിൻ്റെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ സൈഡിലൊക്കെ നമുക്ക് കാണാമെന്നുള്ളതാണ്. ഇതിൻ്റെ FY25 റവന്യൂ എന്ന് പറയുന്നത് 2700 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞാൽ 180 കോടിയാണ്. സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. അതായത് ഇത്രയും ക്യാപിറ്റൽ ഹെവി ഇൻഡസ്ട്രി ആയിട്ട് പോലും, ഇത്രയും ക്യാപിറ്റൽ ആവശ്യമുള്ള കമ്പനി ആയിട്ട് പോലും അത് സീറോ ഡെപ്റ്റ് ആണെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വളരെ സ്ട്രോങ് ആൻഡ് ക്ലീൻ ബാലൻസ് ഷീറ്റാണ് ഈ കമ്പനി എന്നുള്ളത്. ഇത് മാത്രമല്ല ഇവർക്ക് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്കൊക്കെ അവർക്ക് എക്സ്പോർട്ട്സും ഉണ്ട്. 1120-30 രൂപയിലൊക്കെ എങ്ങാണ്ടാണ് അത് ട്രേഡ് ചെയ്യുന്നത്. 1126 മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് 13,650 കോടിയിൽ എങ്ങാണ്ടാണ് അത് ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യണത്. 411 കോടി. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടോ ഒരു സോളിസിറ്റേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ കാണേണ്ട. ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു സ്കീം വരികയാണെങ്കിൽ അതിൽ ഒരുപാട് കമ്പനിക്ക് ശരിക്കും പറഞ്ഞാൽ ബെനിഫിറ്റ് ചെയ്യണമായിട്ടുണ്ട്. അതായത് ലിസ്റ്റഡും അൺലിസ്റ്റഡും ആയിട്ടുള്ള, അതായത് ടാറ്റ ഹിറ്റാച്ചി ഉണ്ട്, ഇലക്ട്രോ മെക്ക് ഉണ്ട്, സംഗ്വി മൂവേഴ്സ്, അത് ലിസ്റ്റഡ് സ്പേസിൽ സാങ്വി മൂവേഴ്സ് ഉണ്ട്. അതുകൂടാതെ എസ്കോട്ട്സ് കുബോട്ട ഉണ്ട്, BEML ഉണ്ട്, ഇൻഡോഫാം ഉണ്ട്, ഇങ്ങനെ പല കമ്പനി ഉണ്ട്. അതിൽ എസ്കോട്ട്സും BEML-ഉം സാങ്വി മൂവേഴ്സും ഒക്കെ ലിസ്റ്റഡാണ്. അതിൻ്റെ കൂടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയുടെ ബെനിഫിഷ്യറി എയ്സ് എന്ന് പറഞ്ഞ കമ്പനിയെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവരാണ് ഈ ഒരു ഇൻഡസ്ട്രി, അതായത് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വളരെ ക്ലീൻ ബാലൻസ് ഷീറ്റോട് കൂടി പോകുകയെന്ന് കഴിഞ്ഞാൽ ആ കമ്പനിയെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതാണ് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ എയ്സ്. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല, ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ശരിക്കും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രജിസ്റ്റേർഡ് സെബി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണത്തിലും അഡ്വൈസിലും മാത്രം നിങ്ങൾ പിക്ക് ചെയ്ത് മുന്നോട്ട് പോകും. അനില, ഏതായാലും സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിന് അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.